Welcome friends. Today we are discussing about virtualization. ഇത് നമ്മളുടെ ആദ്യത്തെ വീഡിയോ ആണ് ഈ ചാനലിൽ. ഇതിനെ ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ചാനലാണ്. വെർച്വലൈസേഷൻ എന്താണെന്ന് ബേസിക് ആയിട്ട് പറയുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. നമ്മുടെ വീട്ടിലെ ഒരു കമ്പ്യൂട്ടർ എങ്ങനെ ഒരു വെർച്വൽ മെഷീൻ ആക്കി മാറ്റാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലെ ഒരു കമ്പ്യൂട്ടറിൽ എങ്ങനെ മൾട്ടിപ്പിൾ OS ഒരു PC-യിൽ റൺ ചെയ്യാം എന്നുള്ള ഒരു ബേസിക് ഐഡിയ ആണ് ഇതിൽ തരാൻ പോകുന്നത്. നമുക്ക് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഒത്തിരി ഉണ്ട്. ഒരു വാസ്റ്റ് ടോപ്പിക്കാണ് വെർച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പം മെയിനായിട്ട് ക്ലൗഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കേൾക്കുന്നത് 90% വെർച്വലൈസേഷനിലായിരിക്കും റൺ ചെയ്യുന്നത്. അപ്പം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പം നമ്മൾ എന്താണ് വെർച്വലൈസേഷൻ എന്ന് ബേസിക് ആയിട്ട് പറയുകയാണ്. ബേസിക് ആയിട്ട് പറയുമ്പോൾ അതിനകത്തിൽ നമ്മുടെ ഹാർഡ്വെയറിനെ എങ്ങനെ വെർച്വലൈസ് ചെയ്ത് നമുക്ക് മൾട്ടിപ്പിൾ OS ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മളിപ്പോൾ ഈ കാണിച്ചേക്കുന്ന പോലെ നമ്മൾ ബേസിക് ഹാർഡ്വെയറിൻ്റെ മുകളിൽ ഒരു ഹൈപ്പർവൈസർ ഇൻസ്റ്റാൾ ചെയ്യണം. ഹൈപ്പർവൈസർ എന്ന് പറയുമ്പം ESXi ഉണ്ട്, Hyper-V ഉണ്ട്, സിട്രിക്സിൻ്റെ സെൻ സെർവർ ഉണ്ട്, ഒറാക്കിളിൻ്റെ VM വെർച്വൽ ബോക്സ് ഉണ്ട്, പിന്നെ അങ്ങനെ പല വെർച്വൽ മെഷീൻ ഹൈപ്പർവൈസേഴ്സ് ഉണ്ട്. അപ്പം ജനറലി എല്ലാവരും ഉപയോഗിക്കുന്നത് ഫ്രീ ആപ്ലിക്കേഷൻസ് ആയിരിക്കും. അതല്ലെങ്കിൽ നമുക്ക് വിൻഡോസ് ബേസിക്കായിട്ട് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ഒരു PC തന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ നമുക്കൊരു വെർച്വലൈസേഷൻ സോഫ്റ്റ്വെയർ ഒറാക്കിൾ വെർച്വൽ ബോക്സോ അല്ലെങ്കിൽ VMwareൻ്റെ വർക്ക് സ്റ്റേഷനോ അല്ലെങ്കിൽ VMware പ്ലെയറോ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് അതിലും വെർച്വലൈസേഷൻ ചെയ്യാൻ പറ്റും. ഇപ്പം അത് നമുക്ക് സ്റ്റഡി ചെയ്യാനായിട്ടൊക്കെ നമുക്കിപ്പോൾ വിൻഡോസ് മെഷീനകത്ത് തന്നെ നമ്മൾ വെർച്വൽ മെഷീൻ്റെ ഏതെങ്കിലും വെർച്വൽ പ്ലെയറോ അല്ലെങ്കിൽ ഒറാക്കിൾ വെർച്വൽ ബോക്സോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതിൽ നമ്മളിപ്പം ഒരേ മെഷീനിൽ നമുക്ക് ഇപ്പം വിൻഡോസ് 10ഉം ഉബുണ്ടുവും വിൻഡോസ് 7ഉം ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനിയും വിൻഡോസ് സെർവർ 2012ഉം അല്ലെങ്കിൽ ലിനക്സിൻ്റെ ഏതെങ്കിലും വെർഷൻസോ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഹൈപ്പർവൈസർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഏത് ഗസ്റ്റ് OS ആണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് വെർച്വലൈസേഷൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെർച്വലൈസേഷൻ ഉണ്ട്. ഒന്ന് ഡെസ്ക്ടോപ്പ് വെർച്വലൈസേഷൻ ഉണ്ട്, അല്ലെങ്കിൽ സെർവർ വെർച്വലൈസേഷൻ ഉണ്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെർച്വലൈസേഷൻ ഉണ്ട്, ഡേറ്റ വെർച്വലൈസേഷൻ ഉണ്ട്, നെറ്റ്വർക്ക് വെർച്വലൈസേഷൻ ഉണ്ട്. ഇതെല്ലാം നമുക്ക് വെർച്വലൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്കിപ്പം വെർച്വൽ സ്വിച്ചസ് ആഡ് ചെയ്യാം, അതുപോലെ മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആഡ് ചെയ്യാം, അല്ലെങ്കിൽ തന്നെ നമുക്ക് ഒരു യൂസേഴ്സിന് ഡിഫറെൻറ്റ് ഇപ്പം ഡെസ്ക്ടോപ്പ് വെർച്വലൈസേഷൻ വഴി നമുക്ക് ഒരു പർട്ടിക്കുലർ യൂസറിന് പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഡെസ്ക്ടോപ്പ് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിൻ്റെ എല്ലാം സെക്യൂരിറ്റി പാച്ചസും മറ്റു കാര്യങ്ങളും എല്ലാം ഈസി ആയിട്ട് വെർച്വലൈസേഷൻ ചെയ്ത PC ആണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് അതിൽ എല്ലാ കാര്യങ്ങളെല്ലാം ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഒരു ഹാർഡ്വെയർ ഇൻഡിവിജ്വൽ PCs ആണെങ്കിൽ ഇതെല്ലാം നമുക്ക് ഭയങ്കര പാടായിരിക്കും. ഈ സെക്യൂരിറ്റി പാച്ചസ് എല്ലാം അപ്ലൈ ചെയ്യലും മറ്റു കാര്യങ്ങളും എല്ലാം വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള മെയിൻറ്റെയിൻ ചെയ്യലൊക്കെ തന്നെ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് ഒരു VMwareൻ്റെ വെർച്വൽ മെഷീൻ വെച്ചിട്ട് VMware വർക്ക് സ്റ്റേഷൻ്റെ വെർച്വൽ മെഷീൻ വെച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഒരു VMware വർക്ക് സ്റ്റേഷൻ്റെ ഒരു ഡെമോ ആണ് കാണിക്കുന്നത്. എങ്ങനെ മൾട്ടിപ്പിൾ വെർച്വൽ മെഷീൻസ് ഒരു വിൻഡോസ് മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പം ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമാണ്. നമുക്ക് വെർച്വൽ മെഷീൻ്റെ ബേസിക് ഇങ്ങനെ പഠിച്ചതിന് ശേഷം ESXiലോട്ട് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് ഒന്നുകൂടെ നല്ലത്. അപ്പം ഇതിനകത്തിൽ കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ഉണ്ട്. ESXiൽ വർക്ക് ചെയ്യുന്ന പോലെ അല്ല, ഇത് ഒത്തിരി സിമ്പിളാണ്. അതിനകത്തിൽ നമുക്കിപ്പം ഞാനിപ്പോൾ ഓൾറെഡി വിൻഡോസ് XP ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, Debian ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഞാനിപ്പോൾ പുതിയൊരു വെർച്വൽ മെഷീൻ നിങ്ങളെ കാണിക്കാനായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ഇൻസ്റ്റാൾ ഫയൽ സെലക്ട് ചെയ്യുന്നു, ഉബുണ്ടു ആണ്. ഫുൾ നെയിം, ടെസ്റ്റ്, യൂസർ നെയിം, പാസ്വേഡ്, എന്ത് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് ഞാൻ ഇവിടെ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആയിപ്പോൾ ഏത് ഉബുണ്ടു ആണെന്നുള്ളത് സെലക്ട് ഇത് കൺഫ്യൂഷൻ ആയിപ്പോൾ. ലൊക്കേഷൻ, ഏത് ലൊക്കേഷനിലോട്ടാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഈ ലൊക്കേഷൻ നമുക്ക് ഇഷ്ടമുള്ളിടത്തോട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാം.
ഇതിനകത്തിൽ മിനിമം ഡിസ്ക് സ്പേസ് അത് തന്നെ 20 GB പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 20 GB മതി. അതുപോലെ സ്പ്ലിറ്റ് വെർച്വൽ ഡിസ്ക് ഇൻറ്റു മൾട്ടിപ്പിൾ ഫയൽസ്. ഇത് നമുക്ക് കോപ്പി ചെയ്തുകൊണ്ട് പോകാൻ ഈസി ആയിട്ട് സഹായിക്കും. കാര്യം വെച്ചാൽ സിംഗിൾ ഫയൽ ആണെങ്കിൽ 20 GB ഉള്ള ഫ്ലാഷ് ഡ്രൈവ് ഉണ്ടെങ്കിൽ നമുക്കത് കോപ്പി ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ ഫയൽസ് ആയിട്ടാണെങ്കിൽ 2-3 ഫ്ലാഷ് ഡ്രൈവ് 8 GB യുടെ വെച്ചിട്ട് നമുക്ക് ഈ ഡിവൈഡ് കിടക്കുന്ന ഫയൽസിനെ ഈസി ആയിട്ട് കോപ്പി ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. ഇത് മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയറിനകത്ത് റൺ ചെയ്യുന്നുണ്ട്, നമുക്കിത് വേറൊരു മെഷീനിലും റൺ ചെയ്യിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് അത് ഇൻസ്റ്റാളേഷൻ ഫയൽ നമ്മുടെ കയ്യിലില്ല. ഈസിയാണ് ഈ മെഷീൻ കോപ്പി അവിടുത്തെ മെഷീനിലോട്ട് കൊണ്ടിട്ട് ഈ വെർച്വൽ മെഷീനിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് വർക്ക് ചെയ്യും. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ എളുപ്പമാണ്. അതായത് വിത്തിൻ 5 മിനിറ്റ്സ് നമുക്ക് നമ്മുടെ കയ്യിൽ ഫയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വിത്തിൻ 5 മിനിറ്റ്സ് നമുക്ക് ഈ മെഷീൻ അവിടെ റൺ ചെയ്യിപ്പിക്കാം. അതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ അത് കഴിഞ്ഞിട്ട് കസ്റ്റമൈസ് ഹാർഡ്വെയറിനകത്തിൽ നമ്മളിപ്പം മെമ്മറി 2 GB ആണ് അതിനകത്തിൽ, നമുക്ക് വേണമെങ്കിൽ അത് 3 GB ആക്കി കൊടുക്കാം. പ്രോസസ്സർ നമ്മൾ 1 പ്രോസസ്സർ 1 കോർ ആണ് കൊടുത്തേക്കുന്നത്. അതുപോലെ നെറ്റ്വർക്ക് ഇത് നാറ്റ് ആണ്. നാറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നം, നമ്മുടെ പി സിന്ന് ഇത് ആക്സസ് ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മുടെ നെറ്റ്വർക്കിലുള്ള വേറൊരു പി സിക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് നമ്മൾ ബ്രിഡ്ജ് കൊടുത്താലേ പറ്റത്തുള്ളൂ. ബ്രിഡ്ജ് കൊടുത്താൽ മാത്രമേ, അതായത് നമ്മുടെ നെറ്റ്വർക്കിലുള്ള വേറൊരു പി സിക്ക് ഇതിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രിഡ്ജ് കൊടുക്കണം. അല്ല നമ്മുടെ പരീക്ഷണത്തിന് നമ്മുടെ സ്വന്തം പി സിയിൽ നമ്മൾ എന്തെങ്കിലും റൺ ചെയ്യിപ്പിക്കാനോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നാറ്റ് തന്നെ കൊടുത്താൽ ഒരു പ്രശ്നമില്ല. അപ്പം നാറ്റ് ചെയ്യുമ്പം ഇത് വേറെ നെറ്റ്വർക്കിലായി പോകും. അതായത് നമ്മുടെ നെറ്റ്വർക്ക് IP ആയിരിക്കത്തില്ല ഇതിന് വരുന്നത്. നമ്മുടെ നെറ്റ്വർക്ക് IP വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റൗട്ടറിൽ നിന്ന് വരുന്ന IP, അതായത് DHCPയുടെ സീരീസ് IP അത് ഓട്ടോമാറ്റിക് അസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രിഡ്ജിൽ തന്നെ കൊടുക്കണം. ഞാൻ നാറ്റിലാണ് കൊടുക്കുന്നത്. നമുക്കിത് വേറെ ആരും ആക്സസ് ചെയ്യണമെന്നില്ല, നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫിനിഷ്. അവിടെ ക്രിയേറ്റ് ആയി, ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ടായി. ഇനിയും ഇത് ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കാണിക്കാം. ഇനി ഉബുണ്ടുവിൻ്റെ ഇൻസ്റ്റലേഷൻ നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കുമല്ലോ. ഇങ്ങനെ നമ്മളുടെ ഉബുണ്ടു ഡെസ്ക്ടോപ്പ് ഓപ്പണായി വന്നിരിക്കുകയാണ്. നമുക്ക് ഇതിനകത്തിൽ സാധാ ഡെസ്ക്ടോപ്പിൽ യൂസ് ചെയ്യുന്ന പോലെ എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യാനായിട്ട് എല്ലാം സാധിക്കും. നിങ്ങൾ കണ്ടതുപോലെ ഇതിനകത്തിൽ പെട്ടെന്ന് ഇപ്പോൾ നമുക്കിത് ഫോഴ്സ് ചെയ്യണമെങ്കിൽ ഫോഴ്സ് ചെയ്ത് വെക്കാം. വെർച്വൽ മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആയിക്കോളും. അപ്പോൾ വെർച്വൽ മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് ഫോഴ്സ് ആയി കഴിഞ്ഞു. നമുക്ക് റെസ്യൂം ചെയ്യണമെങ്കിൽ ഈസി ആയിട്ട് റെസ്യൂം ദിസ് വെർച്വൽ മെഷീൻ കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇത് റീസ്റ്റോർ ആയി വരും. വിത്തിൻ സെക്കൻഡ്സ് റീസ്റ്റോർ ആയി വന്നു. സെയിം അടുത്ത വെർച്വൽ മെഷീൻ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. വിൻഡോസ് XP ഓപ്പൺ ചെയ്യുകയാണ്. സെയിം വിൻഡോസ് XPയും അതേ സെയിം ടൈമിൽ തന്നെ, അല്ലെ ഉബുണ്ടു ലോഡായി വന്ന സെയിം ടൈമിൽ തന്നെ വിൻഡോസ് XP നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. വിൻഡോസ് XP നമുക്ക് അതിൽ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് ലിനക്സിലും വിൻഡോസിലും ഒരേ ടൈമിൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ നമുക്കിപ്പോൾ അതിനകത്തിൽ ഒരു കോപ്പി പേസ്റ്റ് ഫംഗ്ഷൻ, നമുക്കിപ്പോൾ ഒരു ഫയൽ കോപ്പി ചെയ്യണമെങ്കിൽ ഗസ്റ്റ് OSൽ നിന്ന് നമുക്കൊരു ഫയൽ കോപ്പി ചെയ്യണമെങ്കിൽ നമുക്കൊരു കോപ്പി പേസ്റ്റ് ഫംഗ്ഷൻ നമുക്ക് എനേബിൾ ചെയ്യണമെങ്കിൽ ഈസി ആയിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ഒരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ഈ ടെസ്റ്റ് ഫയൽ നമുക്ക് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യണമെങ്കിൽ ഈസി ആയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് പക്ഷേ ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിന് എല്ലാ മെഷീനിലും പറ്റത്തില്ല.
അതിന് നമ്മൾ VMware ടൂൾസ് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിരിക്കണം. ഞാൻ ഇവിടെ ഓൾറെഡി VMware ടൂൾസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ VMware ടൂൾസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ടൂൾസ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഇൻസ്റ്റാൾ VMware ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഓപ്ഷൻ വരും. അത് ഇൻസ്റ്റാൾ ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആവുന്നതാണ്. നമുക്ക് മിക്കവാറുള്ള OS എല്ലാം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് VMware ടൂൾസ് ഇൻസ്റ്റാൾ ആയാണ് വരുന്നത്. ഇൻ കേസ് ഇൻസ്റ്റാൾ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫംഗ്ഷൻ കിട്ടത്തില്ല. അന്നേരം നമ്മൾ VMware ടൂൾസ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം, മാനുവലായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം. ഇതല്ലാതെ ഇതിനകത്തുള്ള യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വിൻഡോസ് മെഷീൻ വീട്ടിലുണ്ട്, അതിലിപ്പോൾ ഒരു IPVX റൺ ചെയ്യണം, അല്ലെങ്കിൽ ഒരു VPN സെർവർ റൺ ചെയ്യണം, ലിനക്സിലാണ് അത് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് 2 മെഷീൻസ് റൺ ചെയ്യാൻ താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതുപോലൊരു വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് IP ഫോണോ അല്ലെങ്കിൽ VPN സെർവറോ ഒക്കെ വീട്ടിൽ നിന്ന് തന്നെ റൺ ചെയ്യിപ്പിച്ച് നമുക്ക് കാര്യങ്ങൾ വളരെ സ്മൂത്ത് ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുപോലെ വളരെ സിമ്പിളാണ്. നമുക്ക് ജസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്ന ജസ്റ്റ് ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോൾ വന്നാണ്. ജസ്റ്റ് ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അല്ല, നമുക്ക് ഇനിയിപ്പോൾ ഷട്ട് ഡൗൺ ആയി ചെയ്യണമെങ്കിൽ നമുക്ക് നോർമൽ ഷട്ട് ഡൗൺ പ്രോസസ്സിലോട്ട് പോകാൻ പറ്റും. അതല്ലാതെ തന്നെ ഇത് നമ്മുടെ USB എല്ലാം ഇതിനകത്ത് ആക്സസ് ചെയ്യണമെങ്കിൽ അതും പറ്റും. നമുക്ക് ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തേക്കുന്ന USB നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ലിസ്റ്റ് ചെയ്യും. നമുക്ക് ഇപ്പോൾ പ്രിൻ്ററാണ്, അത് നമുക്ക് കണക്ട് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ പർട്ടിക്കുലർ ക്യാമറ നമുക്ക് ഇപ്പോൾ കണക്ട് ഹോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഡിസ്കണക്ട് ഫ്രം ഹോസ്റ്റ് കണക്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഗസ്റ്റ് OSലോട്ട് കണക്ട് ആവും. നമ്മുടെ ഹോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ യഥാർത്ഥ വിൻഡോസ് മെഷീൻ, അതിലാണല്ലോ നമ്മൾ ഇത് വെർച്വലൈസേഷൻ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. അപ്പോൾ VMware വർക്ക് സ്റ്റേഷനിലോട്ട് കണക്ട് ആണെങ്കിൽ നമ്മളിവിടെ കണക്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ക്യാമറ ഇതിലോട്ട് കണക്ട് ആവും. ഏത് USB ഡിവൈസ്, പ്രിൻ്റർ ആണെങ്കിലും നമ്മുടെ ഒരു USB ഫ്ലാഷ് ഡ്രൈവ് ആണെങ്കിലും എന്ത് ഡിവൈസ് വേണമെങ്കിലും നമുക്ക് ഈ റിമൂവൽ ഡിസ്കിൽ വന്നിട്ട് നമുക്കതിന് നമ്മുടെ ഗസ്റ്റ് OSലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ സെൻഡ് ടു റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമ്മൾ സെൻഡ് ടു കൊടുക്കുമ്പോൾ അതിവിടെ നമുക്കിവിടെ ലിസ്റ്റ് ചെയ്യാം. നമുക്ക് നോർമൽ ഫ്ലാഷ് എങ്ങനെ ഉപയോഗിക്കുന്നു ആ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമ്മുടെ ഒരു ഫസ്റ്റ് വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇതിനകത്തിൽ ഒത്തിരിയും ഡൗട്ട്സ് ഒക്കെ ഉണ്ടായി കാണും. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതല്ലാത്തതുകൊണ്ട് എനിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ ഒത്തിരിയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അത്ര പോരാന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്തുണ്ടെങ്കിലും നിങ്ങൾ കമൻസിൽ ചോദിക്കുക, അത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, സപ്പോർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഇതിൽ ഉള്ളൊരു വേറൊരു നല്ല ഫീച്ചേഴ്സാണ്. ഇതിൽ സ്നാപ്ഷോട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്നാപ്ഷോട്ട് എടുക്കാൻ, നോർമലി സ്നാപ്ഷോട്ട് എടുക്കാൻ 1 സെക്കൻഡ് മതി. കാരണം വെച്ചാൽ ഇത് സിസ്റ്റം ഓഫ് ആണെങ്കിൽ, സിസ്റ്റം ഓൺ ആയതുകൊണ്ട് ഇച്ചിരി ടൈം എടുക്കും, പക്ഷേ ഡൗൺ ടൈം ഇല്ല, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു വിൻഡോസ് മെഷീൻ ബാക്കപ്പ് എടുക്കുക, ഒരു ഫിസിക്കൽ മെഷീൻ നമ്മൾ ബാക്കപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ടാസ്ക്കാണ്. അതുമല്ല റീസ്റ്റോറിങ്ങും കംപ്ലീറ്റ് ബാക്കപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി ടാസ്ക്കുള്ള കേസ് തന്നെയാണ്. അതല്ല ഇത്ര ഈസി ആയിരിക്കത്തില്ല. ബാക്കപ്പ് എടുക്കാനൊക്കെ പറ്റും, അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ അത് ഇത്ര ഈസി അല്ല. ഇപ്പം നമ്മൾ എടുക്കുന്നുണ്ട് വിത്തിൻ സെക്കൻഡ്സ് അത് സേവ് ആവുന്നുണ്ട്. കൂടി വന്നാൽ 1 മിനിറ്റ് എടുക്കുമായിരിക്കും. ബട്ട് ഡിപ്പെൻസ് ഓൺ മെഷീൻ. ഇപ്പം മെഷീൻ വലിയ ഹ്യൂജ് മെഷീൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി സ്നാപ്ഷോട്ട് എടുക്കുന്നതിന് കുറച്ച് ടൈം എടുക്കും. ഇപ്പം നമ്മൾ സ്നാപ്ഷോട്ട് ഇപ്പം വിത്തിൻ സെക്കൻഡ് സേവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തിലുള്ള എന്ത് ചേഞ്ചസ് വരുത്തിയാലും നമുക്ക് എങ്ങനെ അത് ബാക്കപ്പിൽ നിന്ന് റീസ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതല്ലാതെ തന്നെ ESXiലൊക്കെ ആണെങ്കിൽ VMware ബാക്കപ്പ് എടുക്കുന്നതിന് പല ഓപ്ഷൻസ് ഉണ്ട്. വീം ബാക്കപ്പ് എന്ന് പറയുന്ന നല്ല അടിപൊളി ഫീച്ചേഴ്സ് ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കപ്പ് എടുത്തതിനകത്ത് നിന്ന് ഇൻക്ലൂഡിങ് 1 മെയിൽ, നമുക്ക് ഒരു മെയിൽ ബോക്സിൽ നിന്ന് ഒരു മെയിൽ വേണമെങ്കിൽ നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ബാക്കപ്പ്സ് അവൈലബിൾ ആണ്. ബാക്കപ്പ് എടുത്ത് വെച്ചിട്ട് നമുക്ക് അതിനകത്ത് നിന്ന് ഡേറ്റ മൈൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ബാക്കപ്പ് ഫീച്ചേഴ്സ് ഉണ്ട് ഇപ്പം. ഇതൊക്കെ വളരെ സിമ്പിൾ സംഭവമാണ്. ഞാൻ പറഞ്ഞത് ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി സ്നാപ്ഷോട്ട് സേവ് ആയി കഴിഞ്ഞു. സ്നാപ്ഷോട്ട് സേവ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഫയൽ അങ്ങ് ഡിലീറ്റ് ചെയ്യാണ്, ഷിഫ്റ്റ് ഡിലീറ്റ് ചെയ്യാണ്. പെർമനൻ്റ്ലി ഡിലീറ്റിംഗ് ആണ്. നമ്മുടെ റീസൈക്കിൾ ബിന്നിൽ പോലും പോയിട്ടില്ല. അതുപോലെ നമ്മൾ കൺട്രോൾ പാനലിൽ പോയിട്ട് നമ്മൾ
പ്രോഗ്രാംസ് അൺഇൻസ്റ്റാൾ ചെയ്യാണ്. ഇത് അൺഇൻസ്റ്റാൾ ചെയ്യുന്നു, വിന്നാമ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുന്നു. പക്ഷേ ഇതെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ചെയ്ത ചേഞ്ചസ് അത് ശരിയായില്ല എന്ന് തോന്നിയാൽ സ്നാപ്ഷോട്ടിൽ പോവുക. റിവോർട്ട് ടു സ്നാപ്ഷോട്ട് 1 ഓൾറെഡി ഇവിടെ കിടപ്പുണ്ട്. അതായത് സ്നാപ്ഷോട്ട് 1 എന്ന് പറയുന്ന പേരായിരുന്നു. അല്ലെങ്കിൽ സ്നാപ്ഷോട്ട് മാനേജറിൽ പോയിട്ട് നമുക്ക് നമ്പർ ഓഫ് സ്നാപ്ഷോട്ട്സ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഏത് സ്നാപ്ഷോട്ടാണെന്ന് വെച്ചാൽ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗോ ടു എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് പോവാം. അതേ സ്നാപ്ഷോട്ട് നമുക്ക് ക്ലോൺ ചെയ്ത് വേറൊരു PC ആക്കണമെങ്കിൽ അവിടുന്ന് ക്ലോൺ ചെയ്ത ഒരു PC നമുക്കിവിടെ ക്ലോൺ ചെയ്ത് കൊണ്ടുവരികയും ചെയ്യാം. സ്നാപ്ഷോട്ട് റിവേർട്ട് ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ്സിനകത്ത് ആ ഫയൽ തിരിച്ചു വന്നു. VLC പ്ലെയർ വന്നിട്ടുണ്ട്, വിന്നാമ്പ് വന്നിട്ടുണ്ട്, എല്ലാം അതേപോലെ തിരിച്ചു വന്നിട്ടുണ്ട്. ഈ ഫീച്ചറുകളൊന്നും നമുക്കൊരു ഫിസിക്കൽ മെഷീനിൽ ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഇമ്പോസിബിൾ ആണ്. പക്ഷേ ഒരു ഡൗൺ ടൈമും ഇല്ലാതെ വിത്തിൻ സെക്കൻഡ്സ് ലൈവായി നിൽക്കുന്ന ഒരു PC ഇങ്ങനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാം വിർച്വലൈസേഷനിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അതല്ല, ഇനി ഒരു ക്ലോൺ വിൻഡോസ് മെഷീൻ ക്ലോൺ ചെയ്യണമെങ്കിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ പവർ ഓഫ് ചെയ്താൽ മാത്രമേ ക്ലോണിങ് സാധിക്കത്തുള്ളൂ. പവർ ഓഫ് ചെയ്തതിന് ശേഷം, അല്ലാതെ ഞാൻ സ്നാപ്ഷോട്ടിൽ നിന്ന് ക്ലോൺ ചെയ്യുന്നത് ഞാൻ മുമ്പേ കാണിച്ചു തന്നു. നമുക്ക് ക്ലോൺ എന്ന് കൊടുത്ത് നെക്സ്റ്റ് കൊടുത്ത് ഫുൾ ക്ലോൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു വിൻഡോസ് മെഷീൻ ഇപ്പോൾ ക്ലോൺ ചെയ്യുകയാണ്. ഇപ്പോൾ ക്ലോൺ കംപ്ലീറ്റ് ആയി. നമ്മൾ മെഷീൻ ഓപ്പൺ ചെയ്യാൻ പോവാണ്. അതേപോലത്തെ അടുത്ത മെഷീൻ, സെയിം മെഷീൻ നമ്മൾ പഴയ മെഷീൻ ഓൺ ചെയ്യുകയാണ്. ഒരേപോലത്തെ രണ്ട് മെഷീൻ വിത്തൗട്ട് എനി ചേഞ്ചസ്. ഇതാണ് ഇതിൻ്റെ എറർ. ഡ്യൂപ്ലിക്കേറ്റ് നെയിം എക്സിസ്റ്റ് ഓൺ ദ സെയിം നെറ്റ്വർക്ക്. ആ നെറ്റ്വർക്കിൽ സെയിം നെയിമിലുള്ള ഇതൊന്നുണ്ട്. അതായത് വിൻഡോസ് 10 ഒക്കെ ആയതുകൊണ്ടാണ്. ഇപ്പം പുതിയ PCസിലൊന്നും അങ്ങനെ ഒരു ഇഷ്യൂസ് ഒന്നും വരുമെന്ന് തോന്നുന്നില്ല. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതൊക്കെ ഫുൾ നെയിം ഇപ്പോൾ യൂസർ എന്നാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കത് മാറ്റിയിട്ട് ഒരേ നെയിമിലുള്ള PCs ഒരു നെറ്റ്വർക്കിൽ വരരുതല്ലോ. അപ്പം വിൻഡോസ് 10 ഒക്കെ ആണെങ്കിൽ എനിക്കൊന്ന് ഇത് ക്ലോൺ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ പേര് മാറുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമ്മൾ ഈ ക്ലോൺ ചെയ്യൊന്നും വേണ്ട. ആക്ച്വലി നമുക്ക് ഇതിൻ്റെ ഫയല് നമ്മൾ വേണ്ട ഇപ്പം ഓപ്പൺ VM ഡയറക്ടറി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫയൽ കിട്ടും. ഈ ഫയല് എവിടെയാണോ ഫയലിൻ്റെ അവിടെ പോയിട്ട് തന്നെ നമ്മുടെ വിൻഡോസ് XP ആണെങ്കിൽ ഇതേ ഫയൽ തന്നെ ഞാൻ ഈ ക്ലോൺ ചെയ്ത് അങ്ങ് ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. വേറെ രീതിയിൽ ക്ലോൺ ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. ഷട്ട് ഡൗൺ ജസ്റ്റ്. എന്നിട്ട് നമ്മൾ ക്ലോൺ ചെയ്ത മെഷീൻ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാൻ പോവാണ്. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് നമ്മൾ വിൻഡോസ് XPയുടെ അതേ മെഷീന് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാണ്. നമ്മൾ കോപ്പിയും കഴിഞ്ഞു. ഇതിൻ്റെ എക്സാക്റ്റ് ഒരു കോപ്പി ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പഴയ മെഷീൻ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് അത് നോക്കുമ്പം കാണാൻ പറ്റും നമ്മൾ അവിടെ ഫയൽ എങ്ങനെ കാണുന്നില്ല. അപ്പം അതുകൊണ്ട് റിമൂവ് ചെയ്യും. ഞാൻ റിമൂവ് ചെയ്തു. എക്സിസ്റ്റിംഗ് മെഷീൻ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യുന്നത് നോക്കാം. ഫയലിൽ ഓപ്പൺ, നമ്മൾ ആക്ച്വലി സെർവർ ആ പർട്ടിക്കുലർ മെഷീൻ ഷട്ട് ഡൗൺ ചെയ്തിട്ടാണ് ഇത് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യാതെ തന്നെ ഇത് ഇപ്പോൾ കോപ്പി ചെയ്തേക്കുന്നത്. ഇൻക്ലൂഡിങ് ആ സ്നാപ്ഷോട്ട് നമ്മൾ ചെയ്തേക്കുന്ന ആ സ്നാപ്ഷോട്ടും അവിടെ ഉണ്ട്.
അപ്പം അതിൽ ഡോക്യുമെൻറ്റ്സിൽ പോയിട്ട് നമ്മളുടെ വിർച്വൽ മെഷീനിൽ ഇതാണ് നമ്മൾ കോപ്പി ചെയ്തേക്കുന്നത് അല്ലേ. നമ്മളവിടെ കോപ്പി പോയിട്ട് നമ്മൾ VMX ഫയൽ ഓപ്പൺ ചെയ്യണം. കണ്ടോ, ആ മെഷീൻ ഇവിടെ ഓപ്പണായി. നമ്മൾ ഐ മൂവ്ഡ് ഇറ്റ് ഓർ കോപ്പിഡ് ഇറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. മൂവ്ഡ് ഇറ്റ് എന്ന് വന്നു കഴിഞ്ഞാൽ അത് അതിനനുസരിച്ചുള്ള ചേഞ്ചസ് അവിടെ വരുത്തും. അതായത് IP കോൺഫ്ലിക്റ്റ്, നെയിം ചേഞ്ച് അല്ലെങ്കിൽ MAC അഡ്രസ്സ് അങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം മാറ്റാൻ വേണ്ടിയിട്ടാണ് അത് ചോദിക്കുന്നത്. ഞാനത് കോപ്പിഡ് ഇറ്റ് എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ആ എറർ കാണിച്ച കാരണം ഞാൻ ഈ ലോഗ് ഫയൽസ് എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഇനി നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. അത് ഓപ്പണായി. ആ ലോഗ് ഫയൽസ് വർക്കിംഗ് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ലോഗ് ഫയൽസ് ആണ്. ആ ലോഗ് ഫയൽസ് വെച്ച് വെക്കുന്നതുകൊണ്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. അത് വേറൊരു മെഷീൻ്റെ ആണല്ലോ. ആ കോൺഫിഗറേഷൻ ഇവിടെ മാച്ച് ആകാത്തതുകൊണ്ടാണ് എറർ കാണിച്ചത്. അപ്പം അതേ ടെസ്റ്റ്, അതേ എല്ലാ ഫീച്ചേഴ്സും ഇവിടെ വന്നു കഴിഞ്ഞു, ഇൻക്ലൂഡിങ് ആ സ്നാപ്ഷോട്ട് വന്നതാണ്. സ്നാപ്ഷോട്ട് മാനേജർ എടുത്തു കഴിഞ്ഞാൽ ആ സ്നാപ്ഷോട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് എക്സാക്റ്റ് ഇതിൻ്റെ ക്ലോൺ, ജസ്റ്റ് നമ്മൾ കോപ്പി ചെയ്ത ഇതിൽ അത് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെയും ഡ്യൂപ്ലിക്കേറ്റ് നെയിം എക്സിസ്റ്റ് കാണിക്കുന്നുണ്ട്. പക്ഷേ MAC അഡ്രസ്സും മറ്റു കാര്യങ്ങളും എല്ലാം അത് ഓൾറെഡി ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതിലൊന്നും ഇഷ്യൂസ് വരത്തില്ല. പക്ഷേ നെയിം ചേഞ്ചും മറ്റു കാര്യങ്ങളൊന്നും ഇതിൽ നടന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പം അതിൻ്റെ രണ്ടിൻ്റെയും സിസ്റ്റം കമ്പ്യൂട്ടർ നെയിം സെയിം തന്നെയാണ്. ഇത്രയ്ക്ക് സിമ്പിളാണ് VMware യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കേണ്ടതാണ്. ഇതിൻ്റെ അഡ്വാൻസ്ഡ് വീഡിയോസ് എല്ലാം ഞാൻ ഇനി ഇടുന്നതായിരിക്കും. ഇതിൻ്റെ വോയിസ് ക്ലാരിറ്റി എങ്ങനെ ഉണ്ടെന്നൊന്നും എനിക്ക് ആ ഒരു ഐഡിയ ഇല്ല. ഇതിൻ്റെ മൈക്ക് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഡെസ്ക്ടോപ്പ് മൈക്കാണ്. എന്തായാലും അടുത്ത വീഡിയോസിലെല്ലാം നമ്മൾ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുന്നതായിരിക്കും. നിങ്ങൾ നോക്കി സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.